അങ്ങനെ സാംസങ് വൺ UI 7 ഇറക്കിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്നതാണ്. മിക്ക ആൾക്കാരും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ എൻ്റെ S22 Ultra അടുത്ത് ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരുന്നിട്ട് S22 Ultra ഞാൻ അപ്ഡേറ്റ് ചെയ്തു. കാരണം വൺ UI ഒരുപാട് ചേഞ്ചസ് ഒക്കെ ഉള്ളതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്തതായിരുന്നു. അപ്ഡേറ്റ് ചെയ്ത് കറക്റ്റ് 4 ദിവസം കഴിഞ്ഞപ്പോൾ നല്ല ഒന്നൊന്നര പണി എനിക്ക് കിട്ടി. കഴിഞ്ഞ 3 വർഷത്തിൻ്റെ മേലിലായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് ഉപയോഗിച്ചിരുന്ന ഫോണ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഒരു രാവിലെ എൻ്റെ ക്യാമറയുടെ ലെഫ്റ്റ് സൈഡ് ടോപ്പിലായിട്ട് ഫ്രണ്ട് ക്യാമറയുടെ ഒരു ഫ്ലിക്കറിങ്, അതായത് ലോക്ക് സ്ക്രീനിൽ നിന്ന് AOD സ്ക്രീനിലേക്ക് പോകുമ്പോൾ ഒരു ലൈറ്റ് ഫ്ലിക്കറിങ് വന്നു. അങ്ങനെ അത് പിന്നെ എന്താ പറയുക, അതൊരു ഒന്നൊന്നര ഫ്ലിക്കറിങ് ഉള്ള സംഭവം തന്നെയായിരുന്നു. ഞാൻ എന്നിട്ട് അത് സാംസങ്ങിൻ്റെ ഇവിടുത്തെ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയപ്പം സ്വാഭാവികമായിട്ട് എൻ്റെ ഒരു ഗൾഫ് വേർഷനായ ഫോൺ ആയതുകൊണ്ട് അവരെ ഒന്നും ചെയ്തു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് മനസ്സിലായി ഇത് സോഫ്റ്റ്വെയർ അപ്ഡേഷനിൽ സംഭവിച്ചിരിക്കുന്ന എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് ജസ്റ്റ് ഒരു റിപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് പിന്നെ ഞാൻ സാംസങ് കസ്റ്റമർ സർവീസ് വിളിച്ചു, എന്തെങ്കിലും ചെയ്ത് കിട്ടുമോ ഇല്ലെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്നിട്ട് അവർ ഇത് എൻക്വയറി ഒക്കെ ചെയ്തിട്ട് എന്നെ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കസ്റ്റമർ സർവീസിൽ വിളിച്ചിട്ട് അതിനുശേഷം പിന്നെ ഈ പ്രശ്നമില്ല. 2 ദിവസം കറക്റ്റ് ഈ ഒരു ഫ്ലിക്കറിങ് ഇഷ്യൂവേ ഇല്ല. 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം സാംസങ് കസ്റ്റമർ സർവീസിന് അവർ വിളിച്ചിട്ട് പറഞ്ഞു അവർക്കൊന്നും ചെയ്തു തരാൻ പറ്റില്ല. ഞാൻ ആക്ച്വലി പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു, കാരണം പുറത്തുനിന്നുള്ള ഡിവൈസ് ആയതുകൊണ്ട് അവരൊന്നും ചെയ്തു തരില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ വളരെ പരിതാവസ്ഥ മോശമായ കസ്റ്റമർ സർവീസ് ആയിരുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പുള്ളി അങ്ങ് ഫോണ് വെക്കുകയൊക്കെ ചെയ്തു. വളരെ മോശമായിട്ടുള്ള കസ്റ്റമർ സർവീസ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ എന്നിട്ട് കറക്റ്റ് ഈ കോളിന് ശേഷം ഈ ഫ്ലിക്കറിങ് വീണ്ടും സ്റ്റാർട്ടായി. അതുവരെ 2 ദിവസത്തേക്ക് ഫ്ലിക്കറിങ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം ഫ്ലിക്കറിങ് സ്റ്റാർട്ടായതിനു ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കുമ്പോഴൊക്കെ ഒരു സൈഡിൽ അതിൻ്റെ ഫോട്ടോ ഞാൻ എന്തായാലും വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ഒരു ഗ്രീൻ ഷെയ്ഡ് അങ്ങ് കയറി വന്നു. അത് ഇപ്പോൾ PVRൻ്റെ ആപ്പൊക്കെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആ ഒരു PVR ആപ്പ് ഫുൾ യെല്ലോ ആണ്, അത് ഗ്രീൻ മിക്സ്ഡ് പിന്നെ എന്താ പറയുക കളറായി മാറി. അപ്പോൾ S22 Ultra വൺ UI 7 അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി ചെയ്യാത്തതാണ് നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയിരിക്കുന്ന പണി ഒന്നൊന്നര പണിയാണ്. ഞാനിപ്പോൾ ഫോണ് ഗൾഫിലേക്ക് കൊടുത്തയച്ചിരിക്കുകയാണ്. ഇനി അവിടെ എന്താണ് സംഭവിക്കുകയാണെന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ എനിക്ക് കസ്റ്റമർ സർവീസൊക്കെ വളരെ മോശമായ എക്സ്പീരിയൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഏകദേശം S3 മുതൽ ഞാൻ സാംസങ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനത്തെ എനിക്കാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പല ആൾക്കാർക്കും ലൈനും സംഭവമൊക്കെ വന്നപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു പണി കിട്ടും എന്നുള്ളത്. പക്ഷേ കിട്ടിയപ്പോൾ ലൈനിൻ്റെ പണിയല്ല കിട്ടിയത്, നല്ല ഒന്നൊന്നര ഫ്ലിക്കറിങ്ങും ഡിസ്പ്ലേ കറക്റ്റ് പോയ ഒരു പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് വൺ UI 7 അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി S22 ആയിക്കോട്ടെ 23 ആയിക്കോട്ടെ ചെയ്യാത്തതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ UI 8 ഇപ്പം അടുത്ത് ഞാൻ വായിച്ച ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ വളരെ ഷോർട്ട് ലിവ്ഡ് അപ്ഡേഷൻ ആണ് വൺ UI 7, കാരണം വൺ UI 8 വരാൻ പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അപ്ഡേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാത്തതാണ് ഏറ്റവും ബെസ്റ്റ്. ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഒന്നൊന്നര പണിയായിരിക്കും. ഡിസ്പ്ലേ മാറ്റിത്തരും, പക്ഷേ ഫോണിൽ സ്ക്രാച്ചോ ഡെൻറ്റോ ഒരു കുടച്ചക്രം ഉണ്ടാകാൻ പാടില്ല. അതുണ്ടെങ്കിൽ അവർ ചെയ്തരില്ല. ഇനി ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ കൺസ്യൂമർ കോടതിയിൽ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് വൺ UI 7 അപ്ഡേറ്റ് ചെയ്യാത്ത ആൾക്കാർ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക. എൻ്റെ അടുത്തൊരു വീഡിയോ ഒരു അൺബോക്സിങ് ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അത് അടുത്തൊരു വീഡിയോ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. വൺ UI അപ്ഡേറ്റ് ചെയ്യാത്ത ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചെയ്യാത്തതാണ് ബെസ്റ്റ്.